ഒരു ഓന്തച്ചൻ എൻ്റെ വഴി തടഞ്ഞിരിക്കുന്നുണ്ടോ. ഒരു പ്രത്യേകതര പോകുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. രണ്ട് ഇതേ ഉള്ളൂ, രണ്ട് വിരൽ. അതിൽ ബാലൻസ് ചെയ്താണത് പോകുന്നത്. ഇതുണ്ടോ, ആദ്യമായിട്ട് കാണുന്ന ഒരു ജീവി, ഒരു പ്രത്യേകതരം ജീവി. പതിയെ കാലൊക്കെ എടുത്ത് വെച്ച് പോവുകയാണ്. അടിവെച്ചാണ് പോകുന്നത്. അവന് കാല് വെച്ച് പോകാനുള്ള ഇതില്ല. ഇതുണ്ടോ, അടുത്ത കാലെടുത്ത് വെച്ചു. അങ്ങനെ പതിയെ ആശാൻ പതിയെ നീങ്ങുകയാണ്. ഉണ്ടോ, ഈ റോഡ് എങ്ങനെ അത് ക്രോസ് ചെയ്ത് വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ വണ്ടികൾ വരുന്നിടത്ത് ആശാൻ അവിടെ തന്നെ നിൽക്കുക. അപ്പം വെസ്റ്റേൺ ഗാർഡ്സിലെ ഒരു വിചിത്ര ജീവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അത് ഏത് തരം ജീവിയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അടിപൊളി. ഞാൻ അതിൽ പോവുക. പതിയെ അടിവെച്ച് ആശാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്ന ഒരു ജീവിയാണ് കേട്ടോ. അതായത് ഓന്തിനത്തിൽപ്പെട്ടതാണ്. പക്ഷേ രണ്ട് പാദത്തിന് രണ്ട് കാലുകൾ, രണ്ട് വിരൽ പോലത്തെ രണ്ട് സംഭവങ്ങളേ ഉള്ളൂ എല്ലാ കാലിലും. അത് എന്ത് സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓന്ത് ഇനത്തിൽപ്പെട്ടതാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയാം കേട്ടോ. പതിയെ നടന്ന് പോവുകയാണ് ആശ. കാരണം സൈക്കിളിൽ മൊബൈൽ വെച്ചിരിക്കുന്നുണ്ടോ കേട്ടോ, കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത്. ഈ ഇല കയറി കഴിഞ്ഞാൽ അത് ഫാസ്റ്റായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു അസുലഭ മുഹൂർത്തം കൂടി കിട്ടി. മഴ തൂളാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പതിയെ പോവുകയാണ്. ഇപ്പോഴത്തെ ബാവളയിലെത്തി മഴയും തുടങ്ങി. തകർത്ത് വാരിയ മഴ, ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല കാറ്റായിരുന്നു. അപ്പോൾ തന്നെ മഴയും തുടങ്ങി. കുഞ്ഞി ഇവിടെ നനയാതിരിപ്പുണ്ട് കേട്ടോ, കണ്ടിരിക്കുന്നു. ചെറിയ തൂക്കി അടിക്കും, എന്നാലും സാരമില്ല. മഴയ്ക്ക് മുമ്പ് ഇവിടെ കയറി വന്നത് തന്നെ ഭാഗ്യം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോയിട്ട് ഭക്ഷണം വല്ലതും കഴിക്കണം. ഭക്ഷണം കിട്ടുന്ന കടകൾ കുറവാണ്, കാരണം ടൂറിസ്റ്റ് സമയമായില്ല. അതുകൊണ്ടാണ്. അപ്പുറത്തൊരു ഭക്ഷണത്തിൻ്റെ കടയുണ്ട്, അവിടെ പോയി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കടയൊക്കെ അടവാണ്. അപ്പോൾ ബാവടയിൽ എത്താൻ പറ്റിയത് തന്നെ ഭാഗ്യം. അല്ലെങ്കിൽ മഴയത്ത് നമ്മൾ നനഞ്ഞ് കുളിച്ച് പോയേനെ. ഇവിടുത്തെ മഴയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും. അതായത് കാർമേഘം കയറി ഇറങ്ങി ഒന്ന് പോകുന്നതേ ഉള്ളൂ. മഴ വരുന്നേന്ന് കാണിച്ചിട്ട് കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഹലോ, നമസ്കാരം. ജോത്തൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ിലുള്ള മലനിരകൾ കണ്ടോ, ലൈറ്റ് കയറി കിടക്കുന്നതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് നമുക്ക് വിഷനിൽ കിട്ടിയല്ല. കാർമേഘം കയറി കിടക്കുകയാണ്. ഇതേണ്ട സൂര്യൻ ചെറുതായിട്ടേ ഉള്ളൂ. കാർമേഘം ഇങ്ങനെ പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മലയുടെ ഭംഗി കണ്ടപ്പോഴത്തേനും ഒന്ന് നിർത്തിയതാണ്.
വലിയൊരു കൊടുമുടി. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം, വെള്ള കളറിൽ. പക്ഷെ അതൊന്നും അടുത്ത് പോയി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാടിനുള്ളിൽ കടുവയുണ്ടെന്നുള്ളൊരു, കടുവയല്ല മറ്റേ ചീറ്റപ്പുലി ഉണ്ടെന്നുള്ളൊരു ബോർഡൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു 6 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. 6 കിലോമീറ്റർ ഇപ്പം നമ്മൾ കഴിഞ്ഞു. 2 മണിക്കൂർ കൊണ്ട് 6 കിലോമീറ്ററാണ് നമ്മൾ കയറിയത്. അതുപോലെ തന്നെ അതിനിടയിൽ നമ്മൾ കുളിക്കുകയും ചെയ്തു. അപ്പോൾ ശരി, കുളി ഇറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. നല്ല കയറ്റമാണ് കേട്ടോ, നല്ല കയറ്റമാണ്. ഇനി അങ്ങോട്ട് ഇത് കണ്ടോ, ഇത് നല്ല വളവും കയറ്റവും കൂടിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി ഒരു 6 കിലോമീറ്റർ കൂടെ, അതൊരു 1-2 കിലോമീറ്ററിലും നമുക്ക് ഇരുന്ന് പോകാനുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, യാത്ര തുടരുക. ഒരു സൂപ്പർ സീൻ കണ്ടോ, കോടമഞ്ഞിറങ്ങി മലയുടെ മലയിലേക്ക് വരുന്നത്. ഇവിടെ മുഴുവൻ കോട കയറി. അതുപോലെ തന്നെ ആ മലയുടെ മുകളിൽ ഒരു ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റും, ഏറ്റവും മുകളിൽ. അത് താഴെ നിന്ന് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും വലിയ മലയാണ്, ആ മലയുടെ മുകളിലാണ് ആ ബിൽഡിംഗ് ഉള്ളത്. അപ്പോൾ ഈ കാഴ്ചകളാണ് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടത്. ഇനിയല്ലോ കുറേ ദൂരം നമുക്ക് കയറിപ്പോകാൻ, ഒരു 6 കിലോമീറ്റർ കൂടിയുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലും ചെറിയ ഇറക്കം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇറക്കം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു 6 കിലോമീറ്റർ കൂടെ. അപ്പോൾ വെയിലൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് മഞ്ഞിങ്ങനെ മൂടി ഇറങ്ങി വരികയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് അപ്പുറത്ത് കയറണം. ആ മഞ്ഞിറങ്ങി വരുന്നതോടെ നമുക്ക് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് പല സ്ഥലത്തും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കോട ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോഴത്തെ ആ മുകളിൽ കാണുന്ന വഴി കണ്ടോ, ആ വഴിയാണ് ഇനി നമുക്ക് കയറി ഇറങ്ങേണ്ടത്. അതിങ്ങനെ പോയി അങ്ങേ മല വഴിയാണ് തിരിച്ചിറങ്ങി വരുന്നത്. ഈ ഭാഗത്തൂടെയാണ് നമ്മൾ പോകേണ്ടത്. അത് കണ്ടോ, ആ മലയുടെ അറ്റത്തൂടെ വേണം പോകാൻ. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടോ, എന്താ മനോഹരം എന്ന് നോക്കി. ഇപ്പോഴാണ് മരങ്ങളില്ലാത്ത ഒരു ഏരിയ കണ്ടത്, അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഹോ, എന്താ ഭംഗി! വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു ഭംഗി കണ്ടോ. മലനിരകളാണ്, മൊത്തം മലനിരകൾ. നമ്മുടെ മഹാരാഷ്ട്രയുടെ ബൃഹത്തായ ഏരിയയാണ്, മലനിരകളുടെ വലിയ ഏരിയ. ഇനി എനിക്ക് കയറേണ്ടത് ഈ വലിയ മല കയറി ഇറങ്ങണം. അതുകൊണ്ട് അവിടം വരെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടാണെന്ന് തോന്നുന്നു. അതോ ഇനി മുകളിലോട്ട് തന്നെയാണോ എന്നും അറിയില്ല. മുകളിലൊക്കെ ബോർഡൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് കയറേണ്ടതെന്ന് അറിയില്ല. ഏതായാലും നല്ല കയറ്റമാണ്. ഇനി അങ്ങോട്ട് ചങ്ക് പൊട്ടി പോകാമെന്നാണ് വിചാരിച്ചത്. 6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പകുതി ഇപ്പം നമ്മൾ കയറിയിട്ടുണ്ട്, ഇനി പകുതിയും കൂടിയുണ്ട്. നന്നായിട്ട് കതച്ചു, കാരണം കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു സുഖത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള കയറ്റങ്ങളൊക്കെ നല്ല ഹൈറ്റിലോട്ടാണ് ഒറ്റയടിക്ക് കയറി പോകേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ മല കയറി അതങ്ങനെ പോയി ചുറ്റി വളഞ്ഞ് കയറി പോകണം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കിടക്കുന്നത് മലയുടെ ആ വഴി. ആ ബൈക്കുകാർ കയറി വരുമ്പോൾ അറിയാം എത്ര സമയം കൊണ്ടാണ് അവർ കയറുന്നത്. അതിൻ്റെ 10 ഇരട്ടിയാണ് എനിക്ക് വേണ്ടത്. നമ്മൾ കയറി വന്ന വഴികളാണ് ആ കാണുന്നത്. അങ്ങ് താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ആ അമ്പലമൊക്കെ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. അങ്ങനെ ഈ മലനിരകളെ മുഴുവൻ ചുറ്റി വളഞ്ഞ് നമ്മൾ കയറി വരികയായിരുന്നു. മുമ്പേ ഞാൻ കാണിച്ച ആ ഒരു വീടും കൃഷിസ്ഥലവുമൊക്കെയാണ് ആ താഴെ കാണുന്നത്. അവിടുന്ന് ചുറ്റി വളഞ്ഞ് ഇവിടെ താഴെ റോഡ് കാണാൻ പറ്റും. ആ റോഡിലൂടെ നമ്മൾ മുകളിലേക്ക് കയറി വരികയായിരുന്നു. അപ്പോൾ ഈ മലയെ ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾ ചുറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2 പ്രാവശ്യം കൂടി ചുറ്റാനുണ്ട്. അപ്പോൾ മനോഹരമായ മലനിരകളുടെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ആ വഴി വേണം പോകാൻ. ഇതുണ്ടോ, ഈ വഴി ഇങ്ങനെ മുകളിലോട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, വെയിലുമുണ്ട്. കുറുക്കൻ്റെ കല്യാണമാണെന്ന് സംശയമുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു മലമുഴക്കി വേഴാമ്പലുണ്ട്. അതിടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇണേനെ വിളിക്കുന്ന സൗണ്ട് കേൾക്കാം. അതുപോലെ തന്നെ ആ മലയുടെ മുകളിൽ മേഘം ഇറങ്ങിക്കിടക്കുന്നത് കാണാം. കോടമഞ്ഞല്ല, മേഘം ഇറങ്ങിക്കിടക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കൊടുമുടിയാണത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്താണ്, ഈ ഇടതുവശത്താണ് ആ വീട് നമ്മൾ മുമ്പേ കണ്ടത്.
അപ്പോൾ അതേ മേഘം ഇറങ്ങിക്കിടക്കുന്ന ഈ മലനിരകളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലനിരകളുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കാഞ്ഞ ആ ഡാം ഇവിടുന്ന് കാണാൻ പറ്റും. വേണ്ട അങ്ങ് അകലെ ആ വെള്ള കളറിൽ കാണുന്നത് ഡാമാണ്. നമുക്ക് ഇവിടുന്ന് ഇത്രയും സൂം ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ ഡാം സൈറ്റാണ് ആ കാണുന്നത്. അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അങ്ങകലെ കാണുന്ന ആ ഡാം സൈറ്റൊക്കെ കണ്ട് മലനിരകളുടെ മുകൾ ഭാഗത്തുള്ള പച്ചപ്പൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് നല്ല ഉറക്കമാണ് കേട്ടോ. നല്ല തണുപ്പടിച്ചപ്പോൾ അവൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഈ മലയുടെ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരി കോടമഞ്ഞ് കിട്ടും, നല്ല തണുത്ത കാറ്റുമുണ്ട്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്. നമ്മൾ കയറി കുറച്ച് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ കയറി വന്ന വഴികളാണ്. ഏതുകൊണ്ടോ ആ ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. അതിനപ്പുറമുള്ള ഗ്രാമത്തിൽ നിന്ന് അവിടുന്ന് തുടങ്ങിയ യാത്ര. ആ കാണുന്നതൊക്കെ നെൽവയലുകളാണ്. ആ പച്ച കളറിൽ കാണുന്നത് ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. അങ്ങനെ കയറി നമ്മൾ മുകളിലെത്താറായിട്ടുണ്ട്. ഇനി ഒരു 4 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. നമ്മൾ ഈ കയറ്റം കയറി മുകളിലേക്ക് എത്തിയപ്പോഴുള്ള കാഴ്ച എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകൾ നമ്മളെ മാടി വിളിക്കുകയാണ്. ഈ മലയൊക്കെ കയറിയാണ് നമ്മളിങ്ങനെ പോകേണ്ടത്. ഇവിടെ ഒരുത്തനുണ്ട്. ഇവിടെ ഒരുത്തൻ എന്നെ നോക്കി വന്നതാണ്. അപ്പോൾ കാര്യാട് ടോപ്പിൽ കയറി വന്നിട്ട് നമ്മൾ നമ്മുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നതിൻ്റെ ഒരു സുഖം. ആ താഴെ കാണുന്ന നദി നമ്മുടെ മീനച്ചിലാറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നമ്മൾ കാര്യാട് ടോപ്പിലെത്തിയ പോലെയുണ്ട്. പക്ഷേ താഴെയൊക്കെ കാണുന്നത് നെൽവയലുകളാണ് കേട്ടോ. ഇത് കണ്ടോ, വിളഞ്ഞു കിടക്കുന്ന നെൽവയലുകൾ കണ്ടോ. അതെല്ലാം തട്ടുകൃഷിയാണ്. ഇവിടെ ഒരു ആശാൻ നിൽപ്പുണ്ട് കേട്ടോ. ആശാൻ ഇവിടെ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തെല്ലാമോ തിന്ന് വയറ് നിറഞ്ഞ് അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ സൈക്കിളിലൊക്കെ നോക്കുന്നുണ്ട് ആശാൻ. എഴുന്നേറ്റ് നിൽക്കുകയാണ് കണ്ടോ. പുള്ളി ആ മരത്തെ തന്നെ ഇരിക്കുകയാണ്. പുള്ളി കയറി വന്നപ്പോൾ ഞാനൊന്ന് പേടിച്ച്. പെട്ടെന്നൊരു തല പൊങ്ങി വന്നപ്പോൾ പുള്ളിക്ക് ഇവിടെ തീറ്റ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഈ വണ്ടിക്കാർ വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. അത് തിന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹലോ ആശാനെ പോയി ഇങ്ങോട്ട് നോക്കടോ പോയി. അപ്പോൾ ഈ മല അടിവാരം കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. താഴെ കാണുന്നതെല്ലാം നെൽകൃഷിയാണ് കേട്ടോ. നെൽവയലാണ് ആ കാണുന്നത്. അതിനിടയിലൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അത് കണ്ടോ, അവിടെയെല്ലാം കൊടി കുത്തി വെച്ചിരിക്കുന്നതാണ് ആ വെള്ള കളറിൽ കാണുന്നത്. അവിടെയെല്ലാം കൊടി കുത്തി വെച്ചിട്ടുണ്ട്. ഈ പക്ഷികൾ വന്ന് പ്രാവുകൾ വന്ന് തിന്നുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി. ആ കാണുന്ന ഇളം മഞ്ഞ കളറിൽ കാണുന്നതെല്ലാം നെൽവയലുകളാണ്. അവിടെയെല്ലാം തട്ടുകൃഷികളാണ്. പലതരം കൃഷികൾ, നെല്ലാണ് കൂടുതലും. അപ്പോൾ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇനിയൊരു 4.5 കിലോമീറ്റർ കൂടി എനിക്ക് യാത്ര ചെയ്യാനുണ്ട് ഈ മലകളുടെ മുകളിലേക്ക്. ആ മലയുടെയൊക്കെ ഒരു ഷേപ്പ് കണ്ടോ, എന്താ അല്ലേ. ഇടയ്ക്ക് ആശാന്തേ തലപൊക്കി നോക്കുന്നുണ്ട്. തിന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല. പുള്ളി എല്ലാവരുമായിട്ട് സൗഹൃദത്തിലുള്ള ആളാണ് കേട്ടോ. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ആവശ്യത്തിനുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. കഴിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം വെച്ച ഒരു ഫോട്ടോ ഇരിക്കുന്ന പോലെ ഒരു കാഴ്ച. 2 മലകൾ ഒരു മലയായിരുന്നു, അതിനെ കട്ട് ചെയ്ത് മൊത്തത്തിൽ മാറ്റിയതിന് ശേഷം ആ വഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല എക്കോയാണ് കേട്ടോ. അതിൻ്റെ താഴെ വലിയ മലനിരകൾ. നമ്മുടെ കുഞ്ഞിതേ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഈ മലകളെല്ലാം കയറിയാണ് എനിക്ക് പോകേണ്ടത്. അങ്ങ് അകലെയാണ് ബാവട എന്നുള്ള സ്ഥലം. ഇനി 2-3 വലിയ ചുരങ്ങൾ കയറി വേണം പോകാൻ. അപ്പോൾ ആ മലയുടെ അങ്ങേ തലയിലാണ് ബാവട. ഇവിടുന്ന് ബസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ കണ്ട ബസ്സാണ്. ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പോയ ബസ്സാണ്. ഇപ്പോൾ ആ ബസ് തിരിച്ചു വരുന്നത്. ബാവടയിൽ പോയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ബസ് വരുന്ന ഒരു കാഴ്ച നമുക്കൊന്ന് എടുത്ത് നോക്കാം.
എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മൂന്നോ നാലോ ആളുകളേ ഉള്ളൂ കേട്ടോ. പക്ഷേ ബസ് സർവീസ് വല്ലപ്പോഴേ ഉള്ളൂ ഈ വഴിയെ. കോടയാണോ മഴയാണോ എന്നറിയില്ല. ഏതായാലും അവിടെ മുഴുവൻ മൂടിക്കെട്ടി. ഇങ്ങോട്ട് കയറി വരുവാണ്. കോടമഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ ഈ മലയിടുക്കിലൂടെ ഈ ഒരു മലേനെ വെട്ടി മാറ്റിയിരിക്കുകയാണ്. സൈക്കിൾ മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. കാറ്റ് എതിരൂടാണ്. നമ്മൾ കയറി വന്ന വഴിയാണ് ആ കാണുന്നത്. ആ കട്ടിങ്ങിലൂടെയാണ് നമ്മൾ കയറി വന്നത്. ഏതാണ്ട് ആ മലയെ ലാസ്റ്റിൽ കട്ട് ചെയ്തിരിക്കുന്നുണ്ടോ, അതുവഴി കയറി ഈ വഴിയെ ഇങ്ങനെ കറങ്ങി നമ്മൾ ഈ മുകൾ ഭാഗത്തേക്ക് എത്തിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു നല്ല വ്യൂ ആണ് കാണാൻ. നമ്മൾ കയറി വന്ന വഴികളെല്ലാം നമുക്ക് കാണാൻ പറ്റും. താഴെ നിന്ന് കയറി വന്ന വഴികളാണ്. മഴ തുടങ്ങി. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും അന്നേരം ഒരു മഴ വരും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. നമ്മൾ കയറി വന്ന വഴി കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷം. ഇതൊക്കെ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എങ്കിലും നമ്മൾ പതിയെ തള്ളി ഏകദേശം 4 മണിക്കൂറായി ഞാൻ ഇറങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം 10 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 8 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2.5 കിലോമീറ്റർ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. കുഞ്ഞു ദേഹി ഇവിടെ ഇരിക്കുന്നു. അവൾ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇത്രയും നേരം. മഴയാറ്റലുണ്ട്, വെയിൽ തെളിഞ്ഞു. അപ്പം നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗഗൻ ബാവടയിലോട്ട് നമുക്ക് 2 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ 1-2 വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. ഇത് കണ്ടോ, ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ ഇടയിലൂടെ ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം. 7 തട്ടുകളായിട്ടാണ് ഇത് താഴോട്ട് വരുന്നത്. അത് ഈ റോഡിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇനിയും താഴേക്ക് അത് ഒഴുകി പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ സൈഡിൽ റോഡ് സൈഡിലൊരു നല്ല വെള്ളച്ചാട്ടം കണ്ട്. ഇത് കണ്ടോ, എന്താ അല്ലേ ഭംഗി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ സൈക്കിൾ ഇവിടെ അങ്ങ് നിർത്തി. ഇത് നമ്മുടെ ഒരു നല്ല കാര്യാട് ടോപ്പ് പോലെയുള്ള ഒരു നല്ല സ്ഥലം, ഫുൾ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ സൈക്കിൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ പറ്റിയില്ല. നമ്മൾ പറയാറുണ്ട് ഈ ചൂണ്ടപ്പന വെച്ചാൽ ഇടിവെട്ടുമെന്ന്. പക്ഷേ ഇത് കണ്ടോ, ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന ചൂണ്ടപ്പനയാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തുമുണ്ട്. ആ മലയുടെ മുകളിലും ആ ടവറിൻ്റെ സമീപം നിൽക്കുന്ന എല്ലാം ചൂണ്ടപ്പനകളാണ്. പക്ഷേ ഇതൊന്നും ഇതുവരെ ഇടിവെട്ടിയിട്ടില്ല. കാരണവന്മാർ ഇത് വെക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണുമ്പോഴാണ്. ഈ മലയുടെ മുകളിലൊക്കെ ഇടിവെട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൂടെ പതിയെ യാത്ര ചെയ്യുകയാണ്. ഇനി ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം, താഴെ ഗ്രാമങ്ങളിൽ വല്ലതും തങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ താഴോട്ടിറങ്ങുകയാണ്. ഇതാണ് ഇതിൻ്റെ ഹിൽ സ്റ്റേഷനാണ്. ആ മുകളിലെ ബിൽഡിങ് നമ്മൾ താഴേന്നെ കണ്ടുകൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കോടമഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡിലെല്ലാം കോടമഞ്ഞായി. നമ്മൾ ഇറങ്ങിപ്പോകേണ്ട ഭാഗത്തെല്ലാം കോടമഞ്ഞാണ്. ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് പോയി നോക്കാം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ ഘാട്ടെല്ലാം കയറി ഗഗൻ ബാവടയിൽ എത്തിയിട്ടുണ്ട്. ഗഗൻ ബാവടയുടെ ഒരു ചിത്രം ഇതാണ്. സ്കൂള്, ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ്, മറ്റ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ധാരാളം ഹോട്ടലുകൾ. ഇതൊരു ഹിൽ സ്റ്റേഷനാണ്, ഒരു സുഖവാസ കേന്ദ്രമാണ്. അടുത്ത മാസം മുതൽ ഇവിടെ എല്ലാം സജീവമാകുന്ന സ്ഥലങ്ങളാണ്. റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഹൈവേ 66 നിന്നും നമ്മൾ പൂനെക്ക് പോകുന്ന ഒരു പുതിയ റൂട്ട് പിടിച്ചാൽ ഈ ഗഗൻ ബാവട വഴി നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിലെ പോലെ തന്നെ, അതായത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ എല്ലാ മലനിരകളിലുമുള്ള ആ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അവിടെയൊക്കെ മഞ്ഞ് കയറിപ്പോകുന്നത് കാണാം, കോടമഞ്ഞ് കയറിപ്പോകുന്നത് കാണാം. സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അപ്പോൾ റെയറായിട്ട് ബസ്സുകൾ വരാറുള്ളൂ. കാരണം ഇവിടെ പൊതുവെ ഹിൽ സ്റ്റേഷനാണല്ലോ, അതുകൊണ്ട് ആളുകൾ കുറവാണ്. ഇതുണ്ടോ, വലിയൊരു ഏരിയയാണ്. ആ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ കയറി വന്ന കുന്ന് ആ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ശരി, ഈ ബസ് സ്റ്റാൻഡിലോ ഇവിടെ കടകളൊക്കെ ഒരുപാട് ഒഴിവായി കിടപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ താഴെ നമുക്ക് ഒരു ക്ഷേത്രം കാണാം. അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. പോയിട്ട്
വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങി സുഖമായിട്ട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം നടത്താം. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ശരി.